Hi friends, നമുക്കിന്നിവിടെ എന്താണ് വൈഫൈ സ്റ്റാൻഡേർഡ്സ് എന്ന് നോക്കാം. വൈഫൈ സ്റ്റാൻഡേർഡ്സ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ റൂട്ടറൊക്കെ മേടിക്കുമ്പോൾ റൂട്ടറിൻ്റെയൊക്കെ പുറത്തായിട്ട് എഴുതിയിട്ടുണ്ടാവും IEEE 802.11ac AX എന്നൊക്കെ പറഞ്ഞ് വൈഫൈ 5 വൈഫൈ 6 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. സോ എന്താണ് ഈ വൈഫൈ സ്റ്റാൻഡേർഡ്സ് എന്ന് നോക്കാം. വൈഫൈ സ്റ്റാൻഡേർഡ്സ് എന്ന് നമ്മൾ വൈഫൈ സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സെറ്റ് ഓഫ് സർവീസാണ്. സർവീസ് ആൻഡ് പ്രോട്ടോകോൾസിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. വൈഫൈ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സെറ്റ് ഓഫ് സർവീസസ് അല്ലെങ്കിൽ പ്രദാനം ചെയ്യുന്ന സർവീസസ് ആണ്. ഒരു പ്രോട്ടോക്കോളിൻ്റെ ഉള്ളിൽ നിന്നിട്ട് സർവീസസ് ആണ്, പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനെയാണ് ഈ ഒരു വൈഫൈ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വൈഫൈ സ്റ്റാൻഡേർഡ്സിൻ്റെ തുടക്കം എന്ന് പറയുന്നത് IEEE 802 ഈ കാണുന്ന IEEE 802.11 എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ബേസ് വേർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 1997 ഈ ഒരു ബേസ് വേർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിവൈസുകളിലൊക്കെ ഈ ഒരു ബേസ് വേർഷൻ വരാൻ തുടങ്ങിയത് ആ ഒരു കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ഇതിൻ്റെ സ്പീഡ് മാക്സിമം ഇതിന് പ്രൊവൈഡ് ചെയ്യാവുന്ന സ്പീഡ് 2 Mbps മാത്രമായിരുന്നു. അതിൻ്റെ ഫ്രീക്വൻസി വന്നിട്ട് 2.4 GHz അതിൻ്റെ മോഡുലേഷൻ വന്നിട്ട് FHSS DSSS എന്നാണ് അതിൻ്റെ മോഡുലേഷൻ വരുന്നത്. സോ ഈ ഒരു ഇയർ സ്പീഡ് ഫ്രീക്വൻസി മോഡുലേഷൻ ഈ ഒരു 4 കാര്യങ്ങൾ ആസ്പദമാക്കിയാണ് ഇതിൻ്റെ വേരിയേഷൻസ് വന്നുകൊണ്ടിരുന്നത് വെച്ചാൽ അത് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരുന്നത് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ ബേസ് വേർഷനാണ് ഈ പറഞ്ഞത്. ഇതിൻ്റെ തന്നെ 802.11b എന്നൊരു വേരിയേഷൻ കൂടി തൊട്ടടുത്ത് തന്നെ റിലീസായി 2 വർഷങ്ങൾക്ക് ശേഷം 1999 ഈ ഒരു 802.11b എന്ന വൈഫൈ വേർഷൻ, അത് വൈഫൈ 1 എന്നറിയപ്പെടുന്നത് അവിടെ തുടങ്ങിയാണ് ഈ ഒരു വൈഫൈ സീരീസ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈഫൈ 1 എന്നറിയപ്പെടുന്ന ഇത് 1999 റിലീസ് ചെയ്തത്. ഇതിൻ്റെ മാക്സിമം സ്പീഡ്, അതായത് ഈ ഒരു വൈഫൈ സ്റ്റാൻഡേർഡിൽ കിട്ടാവുന്ന മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 11 Mbps ആയിരുന്നു. ഇതിൻ്റെ ഫ്രീക്വൻസി 2.4 GHz ഇതിൻ്റെ ഫ്രീക്വൻസി വന്നിരുന്നത്. ഇതിൽ തന്നെ മോഡുലേഷൻ വന്നിരുന്നത് DSSS CCK ആ ഒരു മോഡുലേഷൻ ഫോർമാറ്റിലാണ് വന്നിരുന്നത്. ഇതിൽ തന്നെ പിന്നീട് ഇതേ വർഷം തന്നെ, അതായത് ഈ 1999 തന്നെ 802.11a എന്നൊരു വേർഷനും കൂടി റിലീസ് ചെയ്തു. വൈഫൈ സ്റ്റാൻഡേർഡിലെ ഒരു പുതിയൊരു സ്റ്റാൻഡേർഡ് കൂടി ആ വർഷം തന്നെ റിലീസ് ചെയ്തു. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സ്പീഡ്, അതായത് അതിൻ്റെ സ്പീഡ് വന്നിട്ട് 54 Mbps വരെ സ്പീഡ് ഉണ്ടായിരുന്നു. അതിന് പുറമെ 5 GHz സഞ്ചരിക്കാവുന്ന ഫ്രീക്വൻസിയിലാണ് ഈ ഒരു 802.11a അതായത് വൈഫൈ 2 എന്നാണ് ഇതറിയപ്പെടുന്നത്. വൈഫൈ 2 റിലീസ് ചെയ്തത് സെയിം ഇയറിൽ തന്നെയാണ്, 1999 തന്നെയാണ്. അതിൻ്റെ പറഞ്ഞ പോലെ 54 Mbps സ്പീഡും 5 GHz ഫ്രീക്വൻസിയിലുമാണ് വന്നിരുന്നത്. OFDM എന്നുള്ള ടെക്നോളജി, മോഡുലേഷനോടുകൂടിയാണ് ഈ ഒരു വൈഫൈ സ്റ്റാൻഡേർഡ് റിലീസ് ചെയ്തത്. ഇത് സെയിം ഇയർ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം ഇതൊരു OFDM എന്നൊരു മോഡുലേഷനിലൂടെ ഈ ഒരു 5G GHz അതേ സെയിം ഇയറിൽ തന്നെ ചെയ്തതുകൊണ്ടാണ് ഈ വൈഫൈ 2 അതേ ഇയറിൽ തന്നെ വരുന്നത്. 802.11a അതാണ് വൈഫൈ 2 എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷം 2003 802.11g അതായത് വൈഫൈ 3 വരുന്നത്. വൈഫൈ 2 ഇറങ്ങി ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷം 2003 802.11g അതായത് വൈഫൈ 3 വരുന്നത്. അത് ഇതുപോലെ തന്നെ 54 Mbps ആയിരുന്നു. പിന്നെ 2.4 GHz ഇത് വന്നത്. കാരണം വൈഫൈ 2 5 GHz വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഫ്രീക്വൻസി ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ തന്നെ സ്പീഡ് അധികം ലഭിക്കുമെങ്കിലും ആ ഒരു ഫ്രീക്വൻസിയിൽ സഞ്ചരിക്കുന്ന ആ ഒരു സ്ട്രെങ്ത്ത്, അതായത് ആ ഒരു ദൂരം കുറവായതുകൊണ്ട് തന്നെ 2.4 ഈ ഒരു വൈഫൈ 3 വീണ്ടും വരുന്നത്. സോ ഇതിൻ്റെ മോഡുലേഷൻ സെയിം തന്നെയായിരുന്നു. OFDM മോഡുലേഷനിൽ തന്നെയാണ് ഈ വൈഫൈ 3 വന്നത് 2003. അതിനുശേഷം വരുന്നതാണ് വൈഫൈ 4 അതായത് 802.11n 802.11n ആണ് വൈഫൈ 4 എന്ന് പറയുന്നത്. ഇത് 2009 വരുന്നത്. 2009 വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഒരുപാട് സ്പീഡ് ഇൻക്രീസ് ചെയ്തു. അതായത് 600 Mbps വരെ സ്പീഡ് ഇതിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചു വൈഫൈ 4 വന്നപ്പോൾ. അതുപോലെ തന്നെ ഈ ഒരു ഫ്രീക്വൻസി 2.4 5 GHz സൈമൾട്ടേനിയസ്ലി ഒരുമിച്ച് 2.4 5 GHz സഞ്ചരിക്കാവുന്ന ആ ഒരു ഫ്രീക്വൻസിയിലാണ് ഇത് റിലീസ് ചെയ്തത്, ഈ സ്റ്റാൻഡേർഡ് വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് മൾട്ടിപ്പിൻ ഇൻ മൾട്ടിപ്പിൾ ഔട്ട് വരുന്ന MMO, അതുപോലെ തന്നെ OFDM
ഇത് രണ്ടും ഒരുമിച്ച് MMOയും OFDയും ഒരുമിച്ച് തന്നെ ഈ വൈഫൈ 4 കിട്ടിയിരുന്നു. അതാണ് 802.11n എന്ന് പറഞ്ഞ ഈ ഒരു വേർഷനിൽ വരുന്നത്. പിന്നെ അതിന് പുറമെ അതിന് ശേഷം 2009 ശേഷം 2014 വൈഫൈ 5 വരുന്നത്. വൈഫൈ 5 അതായത് ഇപ്പോൾ പല ഡിവൈസുകൾ നമുക്ക് വൈഫൈ 5 നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 802.11ac 802.11ac എന്ന് പറഞ്ഞാൽ വൈഫൈ 5 ഡിവൈസുകളാണ് ഇപ്പോൾ കൂടുതൽ ലഭിക്കുന്നത്. ഇത് 2014 റിലീസ് ചെയ്യുന്നത്. 2014 റിലീസ് ചെയ്ത ഇത്രയും സ്റ്റാൻഡേർഡ് ഡിവൈസുകൾക്ക് ഇത്രയും സ്റ്റാൻഡേർഡ്സിന് വന്നിട്ട് 3.5 Gbps വരെ സ്പീഡ് പ്രദാനം ചെയ്യാൻ സാധിക്കും. അതിൻ്റെ മാക്സിമം സ്പീഡ് 3.5 Gbps വരെയാണ്. 5 GHz 5 GHz ഇതിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബീം ഫോമിങ്, ആദ്യമായിട്ട് ബീം ഫോമിങ് ഈ ഒരു വൈഫൈ 5 ഇൻട്രൊഡ്യൂസ് ചെയ്തു, മോഡുലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് പുറമെ തന്നെ MU ടെക്നോളജിയും ഈ ഒരു വൈഫൈ 5 ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ വൈഫൈ 5 ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. വൈഫൈ 6 വന്നിട്ടുണ്ട്. എന്നാൽ വൈഫൈ ഡിവൈസിലാണ് നമുക്ക് വൈഫൈ 5 ആണ് കറൻ്റ്ലി കോമൺ ആയിട്ട് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇത് കഴിഞ്ഞ് വൈഫൈ 6 വന്നപ്പോൾ വൈഫൈ 6 എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് വൈഫൈ 6 ഡിവൈസുകൾ ഇറങ്ങുന്നുണ്ട്. വൈഫൈ 6 വരുന്നത് 2019-22 ആ ഒരു ഇയറിലായിട്ടാണ്. 2019 തുടങ്ങി 2022 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു വൈഫൈ 6ൻ്റെ എവല്യൂഷൻ, വൈഫൈ 6ൻ്റെ ഒരു ഓപ്പണിംഗ് വരുന്നത്. സോ ഈ ഒരു സ്റ്റാൻഡേർഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പീഡ് വളരെയധികം കൂടി 9.6 Gbps വരെ സ്പീഡ് ഇത് പ്രൊവൈഡ് ചെയ്യാൻ ഇത് കേപ്പബിളാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രീക്വൻസി ആണെങ്കിൽ 2.4 5 GHz രണ്ടും പ്രൊവൈഡ് ചെയ്യും. അതിന് പുറമെ OFDMA എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് അതിനകത്ത് മോഡുലേഷനാണ് അതിനകത്തുള്ളത്. അതുപോലെ തന്നെ 2024 QAM എന്ന് പറഞ്ഞ മോഡുലേഷനും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. വൈഫൈ 6 ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് വൈഫൈ സ്റ്റാൻഡേർഡാണ് ഈ വൈഫൈ 6 എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് ഡിവൈസുകൾ ഐഫോണിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് മോഡൽസിലൊക്കെ ഈ ഒരു വൈഫൈ 6 ഉപയോഗിച്ചിട്ടുള്ള ഡിവൈസുകൾ വരുന്നുണ്ട്. സോ വൈഫൈ 6 ആണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അതിൽ തന്നെ വൈഫൈ 6ൻ്റെ തന്നെ ഒരു ചെറിയൊരു വേർഷൻ, വേറൊരു ഇത്തിരി എക്സ്റ്റൻഡഡ് വേർഷനായിട്ടുള്ള വൈഫൈ 6E ഇറങ്ങിയിട്ടുണ്ട്. അതായത് 802.11ax ആണ് വൈഫൈ 6ൻ്റെ തന്നെ ഈ AX സീരീസിൽ പെടുന്നത്. വൈഫൈ 6ൻ്റെ സെയിം അതേ സീരീസിൽ തന്നെ 802.11ax എന്നുള്ള വൈഫൈ 6E വേർഷൻ കൂടി, എക്സ്റ്റൻഡ് വേർഷൻ കൂടി വരുന്നുണ്ട്. അത് 2021 റിലീസ് ചെയ്തത്. അതിൻ്റെ സെയിം അതേ സ്പീഡ് തന്നെയാണ്, 9.6 Gbps തന്നെയാണ് ഇതിൻ്റെ സ്പീഡ് വരുന്നത്. അതിനൊരു സ്പെക്ട്രം, അതായത് 1200 മെഗാഹെർട്സിലുള്ള സ്പെക്ട്രമാണ് ഈ ഒരു 6 GHz ഫ്രീക്വൻസിയിൽ കൂടിയുള്ള ഒരു സ്പെക്ട്രം തന്നെ അതിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സ്പെക്ട്രത്തിലാണ് ഇത് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫ്രീക്വൻസിയും ആ ഒരു 6 GHz സഞ്ചരിക്കുന്നത്, ഈ ഒരു ഉപയോഗിക്കുന്നത് ആ ഒരു ഫ്രീക്വൻസിയാണ്. സോ അതുകൊണ്ട് തന്നെ സാംസങ്ങിൻ്റെയൊക്കെ ലേറ്റസ്റ്റ് മോഡലിൽ ഈ ഒരു വൈഫൈ 6 വെച്ചിട്ടുള്ള ഡിവൈസുകൾ ഇറങ്ങുന്നു എന്ന് കേട്ടിട്ടുണ്ട്, കൺഫേം അല്ല. സോ അതാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്ന വൈഫൈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വൈഫൈ 6E ആണ്. പിന്നെ വൈഫൈ 7 അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അതിൻ്റെ പല ഡിവൈസുകളും TP-Link പോലുള്ള ബ്രാൻഡുകളൊക്കെ ഇറക്കി തുടങ്ങുന്നുണ്ട് വൈഫൈ 7. സോ വൈഫൈ 7 അധികം വൈകാതെ തന്നെ ഇതിലും കൂടുതൽ സ്പീഡും ബാൻഡ്വിത്തും ഫ്രീക്വൻസിയും മോഡുലേഷനൊക്കെ വെച്ചിട്ടുള്ള വൈഫൈ 7 ഓൾറെഡി പ്ലാനിങ്ങിലാണ്. അടുത്ത് തന്നെ വൈഫൈ 7 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് ഈ വൈഫൈ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് വരുന്ന ഫ്രീക്വൻസി, ബ്രാൻഡ്, മോഡുലേഷൻ, ഇയറൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്. സോ ഇതൊക്കെ എൻ്റെ മാക്സിമം വരുന്ന ഒരു ത്രൂപുട്ട് നൽകാവുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഫോർമുല അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർവീസസ് അല്ലെങ്കിൽ പ്രോട്ടോക്കോളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇതെല്ലാം ആ ഒരു എക്സൈറ്റ് സിറ്റുവേഷനിൽ അവർ ലാബ് ടെസ്റ്റ് ചെയ്ത് കിട്ടിയ ആ ഒരു സ്റ്റാൻഡേർഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സ്റ്റാൻഡേർഡുകൾ ഇവർ റിലീസ് ചെയ്യുന്നത്. അതായത് വൈഫൈ വേർഷൻ റിലീസ് ചെയ്യുന്ന ഓരോ ഡിവൈസും ഇത് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പിന്നീട് അത് മാറുകയും ചെയ്യും. സോ നിങ്ങൾക്ക് ഈ വൈഫൈ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും കാണാം.